യൂട്യൂബേഴ്സോ വ്ളോഗേഴ്സോ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അവരെ ഭയമാണ്. എന്താണെന്നറിയോ, ഇവർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതൊരു ആവശ്യം വരുമ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തുപയോഗിച്ചെന്നവർക്ക്. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് നിർത്തിക്കൂടെ ബിഷപ്പേ? കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എന്തിന് ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാർക്ക് നാണക്കേടാവുമല്ലോ ബിഷപ്പേ താങ്കൾ. അല്ല, താങ്കൾ എന്തോ ഈ കാണിക്കുന്നത്? എന്ത് കാര്യത്തിനാണ് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് താങ്കളെ പറ്റിയിട്ടുള്ള കഥകൾ ഞങ്ങളോട് പറയുന്നത്? എന്തിൻ്റെ ആവശ്യം? ഏതോ ഒരു യൂട്യൂബർ നിങ്ങൾക്കെതിരെ വീഡിയോകൾ ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്യൂബർക്ക് സ്ഥിരം കിട്ടുന്ന വ്യൂവർഷിപ്പ് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം നോക്കി. അതായത് അദ്ദേഹത്തിന് ഒരുപാട് വ്യൂവർഷിപ്പുള്ള ഒരുപാട് വീഡിയോകളുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ. നിങ്ങളുടെ വിഷയത്തിൽ അധികം വ്യൂവർഷിപ്പ് പോലും അദ്ദേഹത്തിനില്ല, കുറവാണ്. എന്നിട്ടും അദ്ദേഹം അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പോകുന്നു, ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിത് ഇഗ്നോർ ചെയ്ത് വിടാം. അതിനു പകരം വേറൊരു യൂട്യൂബറെ വിളിച്ച് വീട്ടിലോട്ടിരുത്തി ഇരുന്ന് കഥ പറയുക. ആരോടായത്? എന്തിനായത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ജനങ്ങളെല്ലാം നിങ്ങളെ അങ്ങോട്ട് പൂവിട്ട് പൂജിക്കുവോ? എനിക്ക് തോന്നുന്നില്ല ബിഷപ്പേ. എന്ത് കാര്യത്തിന്? ഒരു കാര്യമില്ല. വന്നിരുന്ന് വീണ്ടും കഥ പറഞ്ഞ് ഏതെങ്കിലും ക്വാളിറ്റി ഉള്ളൊരു ബിഷപ്പ് ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ഇറങ്ങുമോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവരെന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു, അവരവരുടെ പാട്ടിന് പോകും. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ കഥ പറയാൻ ഒരു പണിയില്ലാതെ വന്നിരുന്ന് ഈ കാട്ടായം കാണിക്കാൻ ആരും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിൻ്റെ കാര്യം ബിഷപ്പേ? എന്തിൻ്റെ കാര്യം? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഉണ്ട് രേഖപ്പെടുത്തണം. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ വിചാരിച്ചു ഈ ബിഷപ്പ് ഇൻ്റർവ്യൂ കൊടുപ്പ് നിർത്തി, നാട്ടുകാരുടെ വായിരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തിയെന്ന് വിചാരിച്ചു. എവിടുന്ന് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് കാര്യത്തിന്? ഇത്തവണ രേണുവിൻ്റെ സുഹൃത്തിൻ്റെ ചാനലിൽ തന്നെയാണ് കഥകൾ ഇരുന്ന് പറയുന്നത്. കൊള്ളാം, പക്ഷേ ബിഷപ്പെ കാര്യമില്ല. കാര്യം ഫോർ വാട്ട്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ഈ കഥ പറയുന്നതിനകത്തൂടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലല്ല ഇപ്പം നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ? നമുക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ബെനിഫിറ്റ് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്? വന്നിരുന്ന് ഈ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ പുറകെ കാണും. പിന്നെ വന്നിരുന്ന് വീണ്ടും 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 ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അങ്ങനെ ഒരു പരിപാടി കാണുമ്പോഴാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്, ബിഷപ്പേ താങ്കളുടെ ഉദ്ദേശം ഫെയിം ആണോ എന്ന്. അല്ല, ആ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ബിഷപ്പിനെ, ഇതുപോലൊരു ബിഷപ്പിനെ? വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ കഥ പറച്ചില്ല. അതെന്തിന്? രേണുസുധിയുടെ പേരിൽ. കഷ്ടം. പുതിയ കുറച്ച് കഥകൾ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം. ഇത്ര നാളും വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനലിൽ ഇതുവരെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് വന്നിട്ടില്ല. കാരണം പല വ്ളോഗർമാരും എടുത്ത് ചെയ്യുന്നതിന് റിയാക്ട് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കൂടി ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ ബഹുമാന്യനായ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേൽ. അദ്ദേഹം. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ വേണമെങ്കിൽ വേറെയും കണ്ടന്റുകൾ ചെയ്യണം. ചേച്ചിയുടെ ചാനൽ നോക്കിയാൽ ഭൂരിഭാഗം നമ്മളും ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ടൈമുകളുണ്ട്, രേണുസുധി മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമുണ്ട്. എന്നാൽ അത് കഴിയുമ്പോൾ നമ്മൾ വേറെ കണ്ടന്റുകൾ ചെയ്യും. അത്യാവശ്യം അതിന് വ്യൂവർഷിപ്പും കിട്ടും. അതിൻ്റെ ബേസിൽ നമ്മൾ പിന്നെ എക്സ്ക്ലൂസീവുകൾ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ചാനൽ നോക്കിയാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ ചേച്ചി. 800 വീഡിയോ എങ്ങാണ്ടുണ്ട്. അതിനകത്ത് ഭൂരിഭാഗവും രേണുസുധി. അല്ല പോട്ടെ, ഈ രേണുസുധി തന്നെ നിങ്ങളുടെ ചാനലിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ലേ? ആദ്യം നിങ്ങൾക്ക് തന്നെ വോയിസ് തരുമോ, ബൈറ്റ് തരുമോ, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഒരു എക്സ്ക്ലൂസീവ് അല്ലേ? അതോ ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണോ വന്നിരുന്നത് ഇപ്പം ഈ സാധനം പറഞ്ഞത്? അല്ല, ഒരു സംശയം. ബാക്കി കേൾക്കാം. ോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് അലിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാമർഥ്യമായിട്ട് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ അതല്ല ഇത് വേറൊരാൾക്കാണ് പറഞ്ഞത്, ഇതല്ല വേറൊരാൾക്കാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിടന്ന് ഉൾട്ടയടിക്കുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്ന നമുക്കൊക്കെ കാണാൻ കേൾക്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ബിഷപ്പിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, നമ്മൾ സ്നേഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചേച്ചി, ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലായതാ.
പിന്നെ കൂടുതൽ ചേച്ചി മനസ്സിലാക്കാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല, കയ്യിൽ നിന്ന് പോയതാ. ആ ബിഷപ്പ് ഇപ്പം ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി പോവുക. സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് ഈ കഥ പറയാതിരിക്കുക. എന്ത് കാര്യത്തിനാ? എന്ത് കാര്യത്തിനാ? ആളുകൾ മറന്നു തുടങ്ങി, ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ മറന്നു തുടങ്ങി. ഒരു സൈഡിലൂടെ ഒരു വ്യക്തി വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്ക് ഒരുപാടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല ഈ ഒരു വിഷയത്തിൽ. ഇപ്പോൾ ഈ വീഡിയോയ്ക്കാണെങ്കിൽ പോലും വലിയ വ്യൂവർഷിപ്പ് ഒന്നും കിട്ടത്തില്ല, എനിക്കറിയാം. പിന്നെ കണ്ടന്റ് നമ്മളെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. ഇത് സ്വന്തമായിട്ട് നാട്ടുകാരുടെ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ? അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബിഷപ്പ് അറിയുന്നുണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷവും ഇതേ ഒരു സീസണിലായിരുന്നു ബിഷപ്പിന് ഇങ്ങനെയുള്ളൊരു അലിഗേഷനും കുറെ പ്രോബ്ലം വന്നത്. അതിനുശേഷം ബിഷപ്പ് ഒന്നും ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാതൊക്കെ ഇരുന്നതാ. അത് കഴിഞ്ഞിപ്പോ രേണു സുധിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ആ ഒരു കുടുംബത്തിനെ ചേർത്ത് നിർത്തിയത് പല ആൾക്കാർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതിന്റെ ഒരൊറ്റ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പൊ ഈ കിടന്ന് കാണിക്കുന്ന ഫുള്ളും വീഡിയോസ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം അച്ഛന്റെ വീഡിയോ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ഉണ്ട്. അത് നിലവിലുണ്ടും താനും. അപ്പം ഞാൻ ചെയ്തതിൽ ഒരു തെറ്റ് തോന്നിയത് കൊണ്ടാണ് അച്ഛനോട് ഞാൻ വന്ന് സോറി പറഞ്ഞതും ഒക്കെ. ഇപ്പം രേണുവിനെ ഒരു കാരണവശാലും അച്ഛൻ അവരുടെ ആ കുടുംബം നിലവിലുണ്ട് താനും എന്നൊരു ഡയലോഗ് അടിച്ചു. എന്നിട്ട് പറയുന്നു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അച്ഛനോട് വന്ന് ക്ഷമ ചോദിച്ചതെന്ന്. എൻ്റെ പൊന്നി ചേച്ചി, എന്തുവാ ചേച്ചി പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നം, ആ ഒരു എതിർപ്പുകൾ ഇപ്പോഴും അതുപോലെ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ മാപ്പ്. അല്ല, മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപോലെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ചില കാര്യങ്ങളോടുള്ള എതിർപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന്, പിന്നെന്തിനാ നിങ്ങൾ മാപ്പ് പറഞ്ഞത്? അല്ല, എന്താ പ്രശ്നം? എന്താ ചേച്ചി? ചേച്ചി ഈ ഇന്റർവ്യൂ പരിപാടി ചേച്ചിക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് മൊത്തത്തിൽ കണ്ടായിരുന്നേ, എനിക്ക് തോന്നുന്നില്ല ചേച്ചിക്ക് പറ്റിയ പണിയാണെന്ന്. ചേച്ചി വേറെ മറ്റേ എന്തൊക്കെയോ ഷോർട്ട് ഫിലിം എന്തൊക്കെയോ പരിപാടിയില്ലേ, ആ പരിപാടികൾ പിടി. ഈ പരിപാടി ചേച്ചിക്ക് പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് തന്നെ യാതൊരു ബോധവും പൊക്കണോ ഇല്ല. സപ്പോർട്ട് ചെയ്യുകയോ അവർക്കൊരു പ്രാർത്ഥന കൊടുക്കുകയോ ചെയ്യരുതെന്നാണ് ആൾക്കാരുടെ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ അച്ഛനെ ഉദ്ദേശിക്കുന്ന കണക്ക് നെഗറ്റീവ് പറയുന്ന ആളിനെ കാട്ടി പോസിറ്റീവ് ചിന്തിക്കുന്നവരുണ്ട്. രേണു സുധിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ നെഗറ്റീവ് പറഞ്ഞിരുന്നവർ പോലും ഇപ്പൊ പോസിറ്റീവ് പറയുന്നുണ്ട്. അച്ഛനെ സ്നേഹിക്കുന്ന, അച്ഛനെ ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിടുന്ന വീഡിയോയുടെ താഴെ പോലും അച്ഛന് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടില്ല, വരികയും ഇല്ല. കാരണം അവർക്കറിയാം ഈ ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു രോഗിയെ ചേർത്ത് പിടിക്കുന്നതിൽ അവർക്കൊക്കെ സന്തോഷവും സ്നേഹവും തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ സന്ദീപ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ, അവൻ വളരെ മോശമെന്നല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന രീതിയിലാണ് കുറെ അലിഗേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വരെ അയാളുടെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് മുന്നേ ബിഷപ്പിന്റെ അടുത്ത് എനിക്ക് 2 വാക്ക് ചോദിച്ചതിന് ശേഷം അതിന് റിയാക്ഷൻ വീഡിയോ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഈ സന്ദീപിന്റെ വീഡിയോയിൽ അവൻ പറയുന്ന കുറെ കാര്യം എന്ന് പറഞ്ഞാൽ ബിഷപ്പ് 10 കെട്ടി, അതിൽ റിയാക്ഷൻ വീഡിയോ കൊടുക്കാന്നാണെന്നോ തീരുമാനിച്ചിരിക്കുന്നത്? ബിഷപ്പിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവനൊരു റിയാക്ഷൻ വീഡിയോ കൊടുക്കാന്നോ? ചേച്ചി, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണോ നിങ്ങൾ? അല്ല, ബേസിക് ആയിട്ടുള്ള, നമ്മളൊക്കെ മറ്റേ വലിയ മലമറിക്കുന്ന ആൾക്കാരെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വേണ്ടേ സംസാരിക്കാൻ? ചേച്ചി, ഈ റിയാക്ഷൻ വീഡിയോ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? പിന്നെ വേറൊരു കാര്യം, ബിഷപ്പ് ആ വ്യക്തി ഇപ്പോൾ രേണു സുധിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കൂടെ നിൽക്കുന്നെങ്കിലല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ അതിനകത്ത് മോശമൊന്നും പറയുന്നില്ല. കാരണം ഒരു വ്യക്തിക്ക് വയ്യാതെ വന്നു, ആ സാഹചര്യത്തിൽ ആരും ആയിക്കോട്ടെ, നമ്മുടെ ശത്രുവാണ് വയ്യാതെ കിടക്കുന്നതെങ്കിലും ഓക്കെ, നമ്മൾ വലിയ സഹായം ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലെ പഴയതെല്ലാം മറന്നങ്ങോട്ട് പോയി മറ്റേ എടുത്ത് പൊക്കണം അങ്ങനൊന്നുമല്ല, ഉപദ്രവിക്കാതിരിക്കുക. പിടികിട്ടി? അവർക്കൊരു വയ്യാത്ത അങ്ങ് തീർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, വിട്ടേക്കുക. പിന്നെ പറ്റുമെങ്കിൽ വേണമെങ്കിൽ നല്ല മനസ്സാണെങ്കിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ അതിനകത്തൊന്നും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്തായിരുന്നു എന്ന് നാട്ടുകാർക്ക് എല്ലാം അറിയാം കേട്ടോ. സജിന ചേച്ചി, അത് ചേച്ചി ഈ ഇന്റർവ്യൂവിനകത്ത് ചോദിച്ചിട്ടില്ല. കിച്ചു അവൻ്റെ പേര് വലച്ചഴിച്ചിട്ടുള്ള ആ ഒരു കളിയുണ്ടല്ലോ, അതിനെപ്പറ്റി ഇന്റർവ്യൂവിൽ എങ്ങും ഞാൻ കേട്ടില്ല. കുറേയൊക്കെ ഞാൻ ഓടിച്ചാ കേട്ടത്. കുറേയൊക്കെ എനിക്ക് ബോറടിച്ചു, അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയി ഞാൻ ഇടയ്ക്ക്. സത്യം പറയാലോ, ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ടോണ്ട് ഉറങ്ങിപ്പോയി. എനിക്ക് അത്രയ്ക്കും കിച്ചുവിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എന്തേ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ല എയർ കിട്ടുമെന്ന് അറിയാം അല്ലേ? വെളുപ്പിക്കാനുള്ളൊരു സാധനം അവിടെ ഇട്ട് വെച്ചിട്ട് ഈ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ. ഇതിനു മുമ്പ് ഞാൻ ആ പ്രശ്നം വന്ന സമയത്ത് ഞാൻ പല യൂട്യൂബേഴ്സായിട്ട് കോൺടാക്ട് ചെയ്തു, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഷപ്പേ അത് തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത്?
എന്താണ് നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ വീഡിയോ എടുക്കുന്നവരോട് പറഞ്ഞ് സെറ്റ് ചെയ്ത് വിടുന്നു. നിങ്ങളെയൊക്കെ ബിഷപ്പ്, എൻ്റെ പൊന്നെ, ബാക്കിയുള്ള ബിഷപ്പുമാർക്ക് നാണക്കേടാ സീരിയസ്ലി. അല്ലേ? നിങ്ങൾ പറ, അല്ലേ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ബിഷപ്പ് ഉണ്ടോ? എനിക്കറിയത്തില്ല, നമുക്ക് കേൾക്കാം. കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യമാണോ ബിഷപ്പേ? അതായത് ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം റെയർ റീൽസ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ നിരവധി, കഴിഞ്ഞ 13-ാം തീയതി മുതലാണ് നിരവധി വീഡിയോകൾ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് ഇടാൻ കാരണം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ പരിചയമില്ല, എനിക്ക് അറിയത്തില്ലാത്ത ആളാണ്, ഞാൻ നേരിട്ട് അറിയത്തില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേങ്കിൽ അദ്ദേഹത്തെ ആരോ പിന്നിൽ നിന്ന് ശക്തമായ രീതിയിൽ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പല വ്യാജമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിട്ട് എന്റെ ഫോട്ടോ, ഞാൻ ഈ ഇരിക്കുന്ന ഫോട്ടോ, എന്റെ മുഖം അങ്ങ് പുള്ളി ബ്ലാക്ക് ആയിട്ട് ചെയ്ത ശേഷം പിന്നെ ഇദ്ദേഹം പിന്നെ ഞാൻ എന്നെ പറ്റി ഒരുപാട് അലിഗേഷൻസ്. അപ്പൊ ഞാൻ കേരള മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകി അതനുസരിച്ച് കേസ് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നീങ്ങിക്കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന പോലെ എനിക്ക് മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ കുടുംബകാര്യമാണ്, എന്റെ പേഴ്സണൽ കാര്യമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള, ഞാൻ നിൽക്കുന്ന സഭ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയാണ്. ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്കും ബിഷപ്സിനും വിവാഹം കഴിക്കാം, വിവാഹത്തിന് തടസ്സമില്ല. ഇപ്പൊ എനിക്കിപ്പം വേണമെങ്കിലും ആരെങ്കിലും എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെട്ടു വന്ന് എനിക്ക് സന്തോഷമാണെങ്കിൽ, എനിക്ക് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹിതനായെന്ന് ഓർത്തിട്ട് എന്നെ ആരും തടസ്സപ്പെടുത്താനില്ലെന്നുള്ളതാണ് സഭയുടെ നിയമം. പക്ഷേ വിവാഹാഭ്യർത്ഥന നടത്തിയ ധാരാളം പേരുണ്ട്, ധാരാളം പേര് വിവാഹ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നവരുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ബിഷപ്പിന്റെ പുറകെയൊക്കെ ആൾക്കാർ വന്നായിരുന്നോ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ്? ആയിരുന്നോ? അല്ല, എനിക്കറിയത്തില്ല, താങ്കൾ പറയുന്നതാ. ഒരുപാട് അലിഗേഷൻസ് ഈ വ്യക്തിക്കെതിരെ സന്ദീപ് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേ റീൽസ് എന്ന് പറഞ്ഞ ചാനലിലൂടെ. പുള്ളി ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട്. ഒന്നുമില്ലാതെ പുള്ളി വന്നത് പറയുമോ? എനിക്കറിയില്ല, എനിക്ക് സീരിയസ്ലി അറിയില്ല. ഞാൻ എല്ലാ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, അത് മെയിൻ ഒരു കാര്യം. അതിൻ്റെ ആവശ്യം ഈ ബിഷപ്പുമായിട്ട് എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഈ ചീഞ്ഞ കേസ്. പിന്നെ കണ്ടന്റ് ദാരിദ്ര്യം വരുമ്പോൾ അത്രേ ഉള്ളൂ, എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ, കാരണം ഇതൊരു ചീഞ്ഞ കണ്ടന്റ് ആണെന്ന് തന്നെ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബിഷപ്പ് ഈ പരിപാടിയും കാണിച്ചുകൊണ്ട് ഇറങ്ങുമോ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ, കൂടുതലൊന്നും ഇല്ല. പുള്ളി പറയുന്നത് സത്യം കള്ളം അതൊന്നും എടുത്തു വെച്ച് ഞാൻ അപ്പുറം ഇപ്പുറം മറിച്ച് നോക്കിയിട്ടിട്ട് പറക്കുന്നില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ബിഷപ്പ്, ഞാൻ പേഴ്സണലി എൻ്റെ കുറച്ച് സർക്കിളിലൊക്കെ ഇരുന്നപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, എടാ ഏതെങ്കിലും ഒരു ബിഷപ്പ് ഇങ്ങനെ ഇറങ്ങുമോ? അവർക്ക് വേറെ പണിയില്ലേ? ഇതെന്തുവാ ഇത്? എനിക്കിപ്പോഴും ചോദിക്കാനുള്ളതാ. ബിഷപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് വേറെ ഒരു പണിയില്ലേ? ചുമ്മാ ഇരിപ്പാണോ? അല്ല, ഇതുപോലുള്ള കുറെ എണ്ണത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഫ്രണ്ടിൽ ഈ കഥ പറയാനായിട്ട്, എൻ്റെ പൊന്ന് ചേട്ടായി സമ്മതിക്കണം. നിങ്ങളുടെ ഈ ആംഗ്ലിക്കൻ ആ ഒരു സഭയുണ്ടല്ലോ, ആ സഭയ്ക്ക് തന്നെ നാണക്കേടായി മാറും നിങ്ങൾ ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ. വളരെ ചീപ്പാ. ഞാനതൊരു എന്താണ് ഒരു പഴയകാല ജീവിതത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ എന്തോ അതിനൊക്കെ അതൊരു, ഇപ്പൊ എനിക്ക് വയസ്സ് 50 49 വയസ്സായി. അപ്പൊ ഇപ്പൊ ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷണറി ബിഷപ്പായിട്ടാണ് 2013 മുതൽ ഒരു മിഷണറി ബിഷപ്പായി സേവനം ചെയ്യുകയാണ്. അതിനു മുൻപ് ഞാനൊരു മിഷണറി വൈദികനായിരുന്നു. ഇതിനെല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിനും സഭയ്ക്കും, എന്നെ സ്നേഹിക്കുന്ന, സിസ്റ്റർ പറഞ്ഞ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളുണ്ട്, ഫെലോഷിപ്പ് ആയിട്ടുള്ളവരുണ്ട്, സഭാപരമായിട്ടുള്ളവരുണ്ട്, ആത്മീയ കൂട്ടായ്മകളിൽ കൂടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവരൊക്കെ എൻ്റെ പിൻപിലുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ വളർച്ചയിൽ എനിക്ക് വേണ്ട എല്ലാ കൈത്താങ്ങൽ തരുന്ന ഒരു വിഭാഗം ദൈവമക്കൾ എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സ് ഉണ്ട്. അവരെന്റെ പിൻപിലുള്ളതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ പോലെ പല നെഗറ്റീവ് കേൾക്കുമ്പോൾ അവരതിന്റെ അടിയിൽ വന്നിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പൊ മുമ്പേ സിസ്റ്റർ പറഞ്ഞ പോലെ മക്കളുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ പറയാണ്, ഈ വീഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ, മക്കൾ, എനിക്ക് ജനിച്ച മക്കൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചുമ്മാ വരരുത്. വരുമ്പോൾ നിങ്ങൾ DNA ടെസ്റ്റ് ഉള്ള റിസൾട്ട്, അതിന് ലീഗലായിട്ടുള്ള ഉറപ്പ് വേണോ, തെളിവ് വേണം. എന്റെ പൊന്നെ ചേച്ചി, ഉറപ്പ് വേണോ എന്നാ? വരുന്ന മക്കൾക്ക് ഉറപ്പ് വേണോ അല്ലേ? ഫ്രണ്ടിൽ ഇരുന്ന് ഒരു പുള്ളിയോട് ചോദ്യങ്ങൾ വയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളി ഉത്തരം പറയുന്നതിന്റെ ഇടയ്ക്ക് പറയുന്നതാ ഉറപ്പ് വേണം കേട്ടോ. ഈ എന്തിനോ വേണ്ടി അവിടെ ഇരിക്കുന്നു, എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. ഇനി ബിഷപ്പിന്റെ കേസ് നോക്കുകയാണെങ്കിൽ
അല്ല അങ്ങനെ പിള്ളേരും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വരട്ടെ, ബിഷപ്പ് പറഞ്ഞ കണക്ക് തെളിവ് കൊണ്ട് തന്നെ വരട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാർക്കൊക്കെ മറ്റേ സഹായത്തിന്റെ പേരും പറഞ്ഞ് ഓരോന്ന് ചെയ്യാവുന്ന ബിഷപ്പിന് അതും ചെയ്യാലോ അല്ലേ. പിന്നെ അവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ ഇവരുടെ ഈ ഒരു ആംഗ്ലിക്കൻ ചർച്ച് പരിപാടികളെ പറ്റി. അറിയാവുന്നവരൊന്ന് പറയുക, ഓക്കെ, അറിയാവുന്നവർ പറയുക. നമ്മൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, പുള്ളി പറഞ്ഞ കണക്ക് പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളി പറയാത്തോടത്തോളം കാലം ഞാൻ അതിനകത്തോട്ട് പോയി ഡിഗ് ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും മാരകമായ തെറ്റ് പുള്ളി സമൂഹത്തിന്റെ ഫ്രണ്ടിൽ പുള്ളി പറയുന്നതിനകത്തോട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പോവാം, അല്ലാതെ പോകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. ഭാര്യമാരെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം, അവർ വരട്ടെ, എനിക്ക് സന്തോഷം അവർ വരുന്ന. പക്ഷെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം, എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ മുമ്പിൽ വരണം. ഞാൻ ഇതുപോലെ നിങ്ങൾ ചാനലുകളെ വിളിച്ച് കാണിക്കുന്നത് എൻ്റെ ഭാര്യമാരായിട്ടുള്ളവരെല്ലാം വന്നിട്ടുണ്ട്, ഞാൻ അവരെ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു, അവരെന്നോടൊപ്പം ജീവിക്കാൻ വന്നിരിക്കുന്നു, മക്കളും വന്നിട്ടുണ്ട്, അവരെ സ്വീകരിച്ചു. കാരണം എൻ്റെ സഭ വിവാഹത്തിനെതിരല്ല, വിവാഹം ചെയ്യുന്നതിന് തടസ്സമല്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് പേടിയില്ല. പിന്നെ എനിക്ക് നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നോട് നിഗൂഢത വളരെ സിമ്പിളായിട്ടാണ്, എന്നെ സിമ്പിളച്ചൻ ആ പുള്ളി അതിനകത്ത് പേരിട്ടു. വളരെ സിമ്പിളായിട്ടാണ് ആൻസർ ചെയ്ത്, ചിരിച്ചോണ്ട് ആൻസർ പറയുന്നത്. കാരണം ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഒരു സ്ത്രീകളെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല. ഒരു പീഡന കേസിൽ പ്രതിയായിട്ടുള്ള വൈദികനല്ലായിരുന്നു ഞാൻ. ഒരു സ്ത്രീ പീഡന കേസുകളിലൊന്നും കേരളത്തിൽ ഞാൻ പ്രതിയായിട്ടില്ല ഈ നാളിതുവരെ. ഒരു പീഡന കേസിലും പ്രതിയല്ല. പിന്നെ എനിക്ക് എന്ത് ഭയപ്പെടണം? പിന്നെ വളരെ അലിഗേഷൻസ് ഒരു വ്യക്തിയെ പറ്റി, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പറയാറില്ലേ, മുഖ്യമന്ത്രിമാരെ പറ്റി പറയാറില്ലേ, ബഹുമാന്യനായിട്ടുള്ള ഞാനൊക്കെ ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി അപവാദ പ്രചരണം ഉണ്ടായില്ലേ? എനിക്ക് എന്നെ പറ്റി അപവാദ പ്രചരണം വരുന്നത് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. എൻ്റെ പൊന്ന് ബിഷപ്പേ, ഉമ്മൻചാണ്ടി സാറിനെ ഒന്നും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലേ, താരതമ്യം ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നിൽക്കല്ലേ. അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. പുള്ളി വേറെ, ഓക്കെ, പ്രധാനമന്ത്രി വേറെ, നിങ്ങൾ വേറെ ആരോ എനിക്ക് പോലും അറിയില്ല. ബിഷപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ബിഷപ്പ് ഇങ്ങനത്തെ പരിപാടിയും കൊണ്ടൊക്കെ? പക്ഷേ നമുക്ക് അവരോട് പ്രതികാരമില്ല, നിയമമുണ്ട്. നിയമത്തിന്റെ വഴിയിലൂടെ പോകാനായിട്ടാണ് എനിക്ക് നിയമം തരുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ അവർ വഴി എൻ്റെ ഈ വിഷമങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരതിന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ നിയമം കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ വ്യക്തികളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് അവിടെ വരുന്നത്, ആരൊക്കെയാണ് ആ നിയമത്തിന്റെ കീഴിൽ പിടിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പറഞ്ഞു, എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല, ഒരു തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം. പിന്നെ പല വോയിസ് ഇപ്പൊ അവര് പറയുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്കിപ്പം ആരാണേലും, ഇപ്പൊ ഒരാള് വയ്യാതെ രോഗാവസ്ഥയിൽ അവനെ ഇപ്പൊ നമ്മളോട് ശത്രുതയുള്ളൊരു വ്യക്തി, അവർക്ക് വയ്യാന്ന് കേൾക്കുമ്പോൾ ഞാൻ അവർ അരികിലേക്ക് ഓടിയെത്തും. അതാണ് എൻ്റെ ഒരു മനുഷ്യത്വമായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ അവര് ഒരു കാലത്ത് ഞങ്ങളൊക്കെ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഒത്തിരി ഒരു രണ്ട് ചേരികളായി നിന്ന് നമ്മൾ പലരും അതിനോട് പോരാടി പോയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ മുഖാമുഖം ഒന്നുമില്ല. അവരുടെ ഫാമിലിയോടായിക്കോട്ടെ, ആ കുഞ്ഞുങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചത്. പിന്നെ അതുകൊണ്ട് പിന്നെ വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു പോയിട്ടുണ്ട്. അത് വന്നു പോയതിന് പരസ്പരം നമ്മൾ പൊരുത്തപ്പെട്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. എങ്ങനെ പൊരുത്തപ്പെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ രേണു സിസ്റ്ററുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് തന്നെ നിന്ന് സിസ്റ്റർ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുള്ള വോയിസുകൾ ഇപ്പൊ പലരുമായിട്ട്, ഇപ്പൊ എന്റെ വോയിസ് പലതും പുറത്ത് വന്നതാണ്. ഞാനിപ്പോ പല വ്ളോഗേഴ്സിനെയും ബ്ലോക്ക് ചെയ്തു. അത് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴും ഞാനത് പറഞ്ഞു കൊടുത്തു. പല വ്ളോഗേഴ്സിനെയും ബ്ലോക്ക് ചെയ്തു. അവരോർത്ത് അവരോടുള്ള വ്യക്തിപരമായ ദേഷ്യം കൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തെന്ന്. സിസ്റ്റർ ഇത് കൊടുക്കണം. ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാ, പിണങ്ങിയിട്ടല്ല. എന്തിനെനിക്ക് അവരെന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. യൂട്യൂബേഴ്സോ വ്ളോഗേഴ്സോ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അവരെ ഭയമാണ്. എന്താണെന്നറിയോ, ഇവർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതൊരു ആവശ്യം വരുമ്പം അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തുപയോഗിച്ച് എൻ്റെ നേർക്ക്. അപ്പൊ അതിനുശേഷം ഞാൻ ഭയമാണ്. ആരോട്? ഇവരെ എനിക്ക് ഭയമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങൾ, അപ്പൊ നമ്മൾ ഒരു കണ്ടന്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഡിസ്കഷൻ, വെച്ചാൽ നമ്മളൊരു കോൺഫറൻസ് കോൾ അല്ലേ, അപ്പൊ 5, 6, 7 പേര് ഒരുമിച്ച് 4 പേര് 5 പേര് 6 പേര് സംസാരിക്കുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഇവർ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ ബിഷപ്പിന്റെ റെക്കോർഡിങ്സ് ഫുള്ള് പുറത്ത് വിടാൻ പോകാന്ന് പറഞ്ഞു. രേണുസുധയുടെ ഫാമിലി പറഞ്ഞു, ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും കൈകൂപ്പി പിടിച്ചോണ്ട് പറയാ, നാളിതുവരെ ആയിട്ടും 49 വയസ്സെനിക്ക് ഒരു സ്ത്രീയോടും മോശമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്ത്രീയോടും ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ടില്ല. ബിഷപ്പെ നേരത്തെ അങ്ങ് ജാമ്യം എടുത്തതാ അല്ലേ?
അല്ല ഇനി എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ നല്ല കനത്തിൽ പറഞ്ഞിട്ട് അത് നാളെ പുറത്ത് വരുന്നതിന് മുമ്പ് ഒന്ന് എറിഞ്ഞു വെച്ചതല്ലേ സത്യം പറഞ്ഞാൽ ഇത്. അല്ല ആ പരിപാടിയോട് ഞാനും അധികം അങ്ങോട്ട് യോജിക്കുന്നില്ല. ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു മോനുണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു ഈ പരിപാടി റെക്കോർഡ് ചെയ്ത് വെക്കും, മനസ്സിലായോ? യൂട്യൂബിലൊന്നും ഉള്ള ആളല്ല, പേഴ്സണൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പേഴ്സണലി വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കടമൊക്കെ പറയുന്ന സമയത്ത് ഇവനിത് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവൻ പലരെയും കേൾപ്പിച്ച് ആനന്ദം കൊള്ളുന്ന അങ്ങനെയുള്ള ചില ടീമുകളുണ്ട്, അവരോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷെ ബിഷപ്പിന്റെ കേസിൽ എന്താ സംഗതി എന്ന് വെച്ചാൽ ബിഷപ്പ് പല ആൾക്കാരോടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനോടും അന്ന് ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത്, രേണു സുധി ബിഷപ്പ് പ്രശ്നം നടക്കുന്ന സമയത്ത് നല്ല കണ്ണന്തിരിവ് വർത്താനം പറഞ്ഞിട്ടുണ്ട്. അല്ല ബിഷപ്പേ, അതൊക്കെ ഞാനിങ്ങനെ കേട്ടതാ കേട്ടോ, എനിക്ക് സത്യമാണോന്ന് അറിയത്തില്ല. അതൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരും എന്ന് പേടിച്ചിട്ട് ബിഷപ്പ് നേരത്തെ സാധനം അല്ലെങ്കിൽ പുറത്ത് വന്നു എന്നൊക്കെ പുള്ളി പറയുന്നു. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ തിരക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോഴും ഒറ്റ കാര്യമുള്ളൂ പറയാൻ, കേട്ടോ നിങ്ങൾ ബിഷപ്പ് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ആളുകൾക്ക് നല്ലതൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. ഈ ആവശ്യമില്ലാത്ത ഇപ്പം സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ഇങ്ങനെ കുറേ അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. അവരവരുടെ കാര്യം നോക്കി കർത്താവിൻ്റെ വഴിയെ സമാധാനം അത് പറഞ്ഞു പോകും. ഇതെന്താ ഈ ബിഷപ്പ് മാത്രം ഇങ്ങനെ? അല്ല ഞാൻ ചോദിച്ചതിന് തെറ്റുണ്ടോ? നിങ്ങൾ പറ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.